നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോടതിയുടെ തിരിച്ചടി ഏറ്റുവാങ്ങാനായിരുന്നു ഇന്നലെയും ആന്റണി രാജുവിൻ്റെ വിധി. മുൻ മന്ത്രിയും MLAയുമായിരുന്നെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആന്റണി രാജുവിൻ്റെ തലമരയ്ക്കും വിധമായിരുന്നു ഇന്നലെയും കോടതി നൽകിയ അടി. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു തൊണ്ടിമാറ്റൽ കേസിലെ വിധിക്കാണ് ഇന്നലെ ജില്ലാ സെഷൻ കോടതി അടിവരയിട്ടത്. കേസിൽ 3 വർഷം തടവായിരുന്നു നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരുന്നത്. 3 വർഷത്തെ തടവ് ശിക്ഷയായതുകൊണ്ട് നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം നഷ്ടമാകുമെന്ന് മാത്രമല്ല, 6 വർഷത്തേക്ക് ഇനി മത്സരിക്കാനും നിയമം അനുവദിക്കുന്നതല്ല. നിലവിലുള്ള MLA സ്ഥാനം നഷ്ടമായെന്ന് മാത്രമല്ല, ആസന്നമായ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്നുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അദ്ദേഹം ജില്ലാ സെഷൻ കോടതിയെ സമീപിച്ചത്. കീഴ്ക്കോടതിയുടെ വിധി അസാധുവാക്കണമെന്നായിരുന്നു ആന്റണി രാജുവിൻ്റെ ഹർജി. അതാണ് കോടതി തള്ളിയത്. ഇത് ആന്റണി രാജു ചെയർമാനായിട്ടുള്ള ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിനുണ്ടാകുന്ന തിരിച്ചടി ചെറുതല്ല. ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് ആന്റണി രാജു 2021 തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിച്ചതും ജയിച്ചതും മന്ത്രിയായതും. ആസന്നമായ ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഈ സീറ്റ് ലഭിക്കേണ്ടതായുണ്ട്. അത് നൽകുന്നതിൽ ഇടതുമുന്നണിയിൽ ആരും എതിർക്കുമെന്നും തോന്നുന്നില്ല. പക്ഷേ ആന്റണി രാജുവിന് മത്സരിക്കാനാകില്ല. പകരം മറ്റൊരാൾ സ്ഥാനാർത്ഥിയാകണം. അത് ഇടതുമുന്നണിക്ക് ബോധിക്കുന്നവൻ കൂടിയായിരിക്കണം. അതാര്? നിലവിൽ ഈ ചോദ്യത്തിന് ഉത്തരമില്ല. പാർട്ടിക്ക് ഒരു 2ാം നിര നേതൃത്വമോ ജനപ്രിയരായ നേതാക്കളോ ഇല്ലാത്തതാണ് ഒരു കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുന്നണിയിലെ പ്രബല കക്ഷിയോ കക്ഷി നൽകുന്ന ഘടകകക്ഷിയോ ആകും ഈ സീറ്റിൽ മത്സരിക്കുക. അങ്ങനെ വരുമ്പോൾ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിന് നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതാകും. ആന്റണി രാജുവിന് അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനാകില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ജയിലിലും കൂടിയായാൽ സൈന്യാധിപനില്ലാത്ത പാർട്ടിയായി ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് മാറും. നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതെ വരികയും സൈന്യാധിപനില്ലാത്ത അവസ്ഥയും കൂടി വന്നാൽ അണികൾ ചിതറിപ്പോകാനാണ് സാധ്യത. അങ്ങനെയാകുമ്പോൾ ആസന്ന മൃത്യുവാകും ഫലം. LDFിൽ ഇതേ ദുര്യോഗം നേരിടുന്ന മറ്റൊരു പാർട്ടി കൂടിയുണ്ട്. അത് ദശാബ്ദങ്ങളായി LDFിൽ നിൽക്കുന്ന കോൺഗ്രസ് എസ് എന്ന പാർട്ടിയാണ്. 1980 AK ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിളർന്ന് CPMനൊപ്പം എത്തിയവരുടെ കൂടെയുള്ള ആളായിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ. AK ആന്റണിയും കൂട്ടരും കോൺഗ്രസിലേക്ക് തിരിച്ചു പോവുകയും പരേതനായ AC ഷൺമുഖദാസും കൂട്ടരും NCPയിലേക്ക് പോവുകയും ചെയ്തപ്പോഴും കടന്നപ്പള്ളി രാമചന്ദ്രൻ നിന്നിടത്ത് ഉറച്ചു നിന്നു. LDFിൻ്റെ നഷ്ടകാലത്തും ശിഷ്ടകാലത്തും കടന്നപ്പള്ളി LDFിൽ ഉറച്ചു നിന്നു. പരേതനായ ശങ്കരനാരായണ പിള്ളയെപ്പോലെ തലയെടുപ്പുള്ളതും പല നേതാക്കളും കോൺഗ്രസ് എസിലുണ്ടായിരുന്നു. അവരൊക്കെ സ്വയം വഴിപിരിഞ്ഞു പോവുകയോ NV പ്രദീപ് കുമാറിനെ പോലെയുള്ളവരെ കടന്നപ്പള്ളി പുറത്താക്കുകയോ ചെയ്തു. ഫലമോ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ദുര്യോഗം കോൺഗ്രസ് എസിനെയും ബാധിച്ചിരിക്കുന്നു. പാർട്ടിയുടെ ഏക MLAയും പ്രസിഡന്റുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് 80 വയസ്സിന് മേലായി. ഏറെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. കടന്നപ്പള്ളി സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ നിയമസഭാ സീറ്റിൽ നിന്നാണ്. രാഷ്ട്രീയ കണക്കുകൾ പ്രകാരം ഇതൊരു UDF സീറ്റാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി അല്ലാതെ ഇവിടെ നിന്ന് മറ്റൊരു ഇടതുപക്ഷക്കാരൻ ജയിച്ചിട്ടില്ല, പ്രത്യേകിച്ചും CPMകാരൻ. കടന്നപ്പള്ളിയോട് കണ്ണൂർക്കാർക്കുള്ള ഈ ഇഷ്ടം തിരിച്ചറിഞ്ഞാണ് CPM കോൺഗ്രസ് എസിന് ഈ സീറ്റ് നൽകിയിരിക്കുന്നത്. ഇക്കുറിയും അത് കോൺഗ്രസ് എസിന് നൽകാൻ LDF സന്നദ്ധവുമാണ്. എന്നാൽ കടന്നപ്പള്ളി ധർമ്മസങ്കടത്തിലാണ്. ഇനിയൊരു മത്സരത്തിന് ഇറങ്ങാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല. തനിക്ക് പകരം ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ജനപ്രിയനായ ഒരു 2ാം നിര നേതാവുമില്ല. അതുകൊണ്ട് CPM തന്നെ ഈ സീറ്റ് ഏറ്റെടുക്കാനാണ് സാധ്യത. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നേതാവോ MLAയോ ഇല്ലാത്ത ഈ പാർട്ടിക്കും ആസന്ന മൃത്യുവാകും ഫലമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.